ട്രാവൻകൂർ സിനിമാസ് ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. ചെറിയൊരു ചാനലാണ്, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഗെറ്റ് സെറ്റ് ബേബി, ഉണ്ണി മുകുന്ദൻ, നിഖില അഭിമൽ ആദ്യമായിട്ട് ഒന്നിക്കുന്ന ഒരു സിനിമയാണ്. ഈ ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ അവൈലബിൾ ആണ്. ഈ ഒരു സിനിമ എങ്ങനെയുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ മുഴുവനും നെഗറ്റീവ് റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകന് ഒരുപാട് കൺഫ്യൂഷൻ നിറഞ്ഞൊരു സംഭവമാണ്. മിക്സ്ഡ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സിനിമയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയെ സമീപിച്ച എൻ്റെ ഒരു ഒപ്പീനിയൻ ഇവിടെ പറയുകയാണ്. അതായത് ഈ ഒരു സിനിമ അത്യാവശ്യം നമ്മൾ കണ്ടു പഴകിയ കഥയിൽ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ ഒരു സിനിമയുടെ ഡയലോഗുകളൊക്കെ നമ്മൾ ഉത്സവ പറമ്പിലൊക്കെ നാടകങ്ങൾ കാണാറില്ലേ, ആ ഒരു നാടകങ്ങൾ കാണുന്ന ഒരു ഫീലാണ് എനിക്ക് ഈ ഒരു ഡയലോഗ് ഡെലിവറികൾ കേട്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. ഉണ്ണി മുകുന്ദൻ ഒരു ഡോക്ടറായിട്ടാണ് ഈ ഒരു സിനിമയിൽ വരുന്നത്. അതുപോലെ തന്നെ കുട്ടികൾ ഇല്ലാത്തവരുടെ കഥയുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. കുറച്ച് ഇമോഷനൊക്കെ കണക്ട് ചെയ്യാൻ ഡയറക്ടർ നോക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആവുന്നതിൽ അധികവും നോക്കിയിട്ടുണ്ട് എന്ന് ഈ ഒരു സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ അത്രയ്ക്കങ്ങോട്ട് ഏറ്റിട്ടില്ല. എന്തൊക്കെയോ പറയാൻ ആഗ്രഹിച്ചു, പക്ഷെ ആ പറഞ്ഞതെല്ലാം അമ്പാളെ പാളിപ്പോയി എന്നുള്ള ഒരു സംഭവം എനിക്ക് ഈ ഒരു സിനിമ മുഴുനീളം ഫീൽ ചെയ്തു. പിന്നെ കുറച്ച് മ്യൂസിക് ഒക്കെ ഉണ്ട്. അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ കേൾക്കുമ്പോൾ ഒരു സീരിയൽ ടൈപ്പ് ഉണ്ടല്ലോ, ആ സീരിയലൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇപ്പോഴുള്ള ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഓരോ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ സോങ്സ് കാണുമ്പോൾ അത് തന്നെയാണ് തോന്നുന്നത്. അത്യാവശ്യം ഭയങ്കര ഒരു മെനയായിട്ടൊന്നും വന്നിട്ടില്ല. മാർക്കോയ്ക്ക് ശേഷം ഈ ഒരു സിനിമയിലോട്ട് ഉണ്ണി മുകുന്ദൻ വരുമ്പോൾ നമ്മൾ വലുതായിട്ട് പ്രതീക്ഷിക്കും. അങ്ങനെയൊന്നും വലുതായിട്ട് പ്രതീക്ഷിക്കാതെ സാധാരണ ഒരു സിനിമ, അതായത് ഒരു സീരിയൽ ടൈപ്പ് ഒരു ലോ ബഡ്ജറ്റിലെ വരുന്ന ഒരു സിനിമ കാണുമ്പോൾ എങ്ങനെയിരിക്കും, ആ ഒരു സംഭവം പ്രതീക്ഷിച്ച് പോയാൽ മതി. ഈ ഒരു സിനിമ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ആശീർവാദ് സിനിമാസ് ആണ്, നമ്മുടെ ലാലേട്ടന്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ്. അത് ഈ ഒരു സിനിമയുടെ ഇൻട്രോ സൗണ്ട്സ് ഒക്കെ, സിനിമ തുടങ്ങുമ്പോഴുള്ള ഇൻട്രോ സൗണ്ട്സ് ഒക്കെ നമ്മുടെ ലാലേട്ടനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മുത്തശ്ശി കഥ പോലെ നമുക്ക് ഇത് കേട്ടിരിക്കാം എന്ന് തോന്നുന്ന സംഭവം വലിയ കോമഡി ആയിട്ടൊക്കെ തോന്നുമെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ ഫീൽ ചെയ്തത്. ഈ ഒരു സിനിമയിൽ മലയാളത്തിലെ ഒരുപാട് വ്യക്തികൾ ഈ ഒരു സിനിമയിൽ പ്രധാന വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ ജോണി ആന്റണി ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഈ ഒരു സിനിമ ഇപ്പോൾ തിയേറ്ററിൽ അവൈലബിൾ ആണ്. കാണണം എന്ന് താല്പര്യമുള്ളവർക്ക് വൺ ടൈം വാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് ഒരു പ്രാവശ്യം ഒന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചെറിയൊരു ചാനലാണ്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.